സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനും മുഖ്യമന്ത്രിനെ വരെ എടോ വിജയാന്ന് വിളിച്ച് പ്രസംഗിക്കാനുമുള്ള കോൺഗ്രസിന്റെ നെടുന്തൂണിനെ കാണാണ്ടായിട്ട് 2 ദിവസമായി. രാഹുലേട്ട ഇതെവിടെ പോയി കിടക്കാണ്? എത്ര സമയമായി കേരള പോലീസ് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്? നേതാക്കന്മാരുടെ പ്രിയപ്പെട്ടവൻ, സൈബർ പോരാളികളുടെ കണ്ണിലുണ്ണി, അതിവേഗം വളർന്ന നേതാവ്. എന്നിട്ടും രാഹുലേട്ടായിക്ക് ഈ ഗതി വന്നല്ലോ. ഒളിച്ചിരിക്കാനാണല്ലോ രാഹുലേട്ടായിയുടെ വിധി. പിന്നെ MLA ഓഫീസിൽ നിന്ന് മൂപ്പരുടെ വണ്ടിയൊക്കെ മാറ്റിയിരുന്നു. രാഹുലേട്ടായി ഇത് എവിടെയെങ്കിലും ഇരുന്ന് കാണുണ്ടായിരിക്കല്ലേ? രാഹുലേട്ടായിയുടെ പൊളിറ്റിക്കൽ ഭാവി ഇതോടെ തീർന്നു എന്നാണ് പാർട്ടിക്ക് പുറത്തുള്ളവരും പാർട്ടിക്ക് അകത്തുള്ളവരും പറയണത്. വലിയ രാഷ്ട്രീയ ഭാവി ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ സ്വയം ആ ഭാവി ഇല്ലാതാക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ നീക്കങ്ങളെ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. നോ, ഇതിലൊന്നിനും തളർന്നു പോകുന്നവനല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹം തിരിച്ചു വരും, കളം നിറയ്ക്കും. സംശയം ഉണ്ടെങ്കിൽ മൂപ്പരുടെ പണ്ടത്തെ സമര പരമ്പരകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കൂ. അപ്പം മനസ്സിലാവും അദ്ദേഹത്തിന്റെ റിയൽ കഴിവെന്താണ്. ഒരു സ്ത്രീ പീഡന കേസിലെ പ്രതിക്ക് 10-200 പോലീസുകാർ കാവൽ നിൽക്കുക. ഇവർക്ക് നാണമില്ലേ? ഇവരുടെയൊക്കെ വീട്ടിൽ സ്ത്രീകളില്ലേ? എന്താ ഒരു അഭിനയം! ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകൾ മാറി നിൽക്കുമല്ലോ. നടികർ. ഈ മുകേഷ് എന്ന് പറയുന്ന വ്യക്തി അയാൾ ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണ്. നിരന്തരമായി സ്ത്രീകൾക്കെതിരായിട്ട് അതിക്രമം, അത് ലൈംഗിക അതിക്രമം മാത്രമല്ല, ക്രൂരമായ വയലൻസ്. ആലോചിച്ചു നോക്കൂ, സ്വന്തം കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന സ്വന്തം ജീവിത പങ്കാളിയുടെ അടിവയറ്റിൽ ചവിട്ടുന്നവൻ, അവൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ കഠോര ഹൃദയനേക്കാൾ വലിയ ക്രൂരനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. രാഹുലേട്ടായി ശരിക്കും ഒരു മൾട്ടി ടാലന്റഡ് പേഴ്സൺ തന്നെ. വിശ്വാസവഞ്ചന, ഗർഭചിത്രം, ബലാത്സംഗം, അത് മാത്രല്ല പൊതുസമൂഹത്തിന് മുന്നിൽ അഭിനയിച്ച് നിൽക്കാനും അറിയാം. ശരിക്കും ഒരു കലാപ്രതിഭ തന്നെ. ഒന്ന് വണങ്ങിയേക്കാം. ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകൻ ഞാൻ കാരണം തലകുനിച്ച് ന്യായീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്ന ഒരാളാണ്. ഇനി നമുക്ക് മറ്റൊരു പ്രതിഭയെ നോക്കാം. കോൺഗ്രസിൽ പ്രതിഭകളെ തട്ടിയിട്ട് നടക്കാൻ പറ്റണില്ല അല്ലേ? ഇനിയും കഴിവുള്ളവർ ഞങ്ങളെ പാർട്ടി ഒരുപാട് കഴിവുള്ളവർ പുറത്തുണ്ട്. ഇത് രാഹുലേട്ടായുടെ കാറ്റഗറിയിൽ വരുന്ന ഒരു കഴിവല്ല കേട്ടോ. ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഔദ്യോഗികമായി പരാതി വരുന്നതിന് മുമ്പും ശേഷവും നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ചിങ്കത്തെപ്പറ്റി. കണ്ണൂർ ചിങ്കം. എനക്കൊരു വാക്കും ഒരു നാക്കും ഒരു പണിയേ ഉള്ളൂ, ഒരു വിശ്വാസമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് തന്നെ. എത്രയൊക്കെ പരാതികൾ എങ്ങനെയൊക്കെ വന്നാലും സുധാകരൻ സാറിന്റെ കണ്ണില് രാഹുൽ മുൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. രാഹുൽ മുൻ പാർട്ടിയുടെ ചങ്കിടിപ്പാണ്. അതിനകത്തൊക്കെ തീർത്തും നിരപരാധിയാണ്. ഞാനതൊക്കെ അന്വേഷിച്ചു. ഞാൻ അന്വേഷിച്ചത് രണ്ട് ചീത്ത പറയാൻ വേണ്ടിയാണ്. പക്ഷേ മറുപടി എല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഐ വാസ് റോങ്. A few moments later. രാഹുലിന്റെ തെറ്റ് ചെയ്തത് തെറ്റാണ്, മഹാതെറ്റാണ്. അതിൽ തർക്കമൊന്നുമില്ല. ഫോൺ വിളിച്ച് ഞാൻ പറയേണ്ടതുപോലെ ചൂടായി പറഞ്ഞിട്ടുണ്ട്. അല്ല സുധാകരേട്ടാ, ഐ വാസ് റോങ് നിങ്ങൾ ഉദ്ദേശിച്ചത് രാഹുലിനെ തെറ്റിദ്ധരിച്ചു എന്നല്ലേ പറഞ്ഞത്? മറുപടി എല്ലാം കേട്ടപ്പോ എനിക്ക് തോന്നി ഐ വാസ് റോങ്. ചെയ്തത് തെറ്റാണ്, മഹാതെറ്റാണ്. ശരി, സുധാകരൻ സാറിന്റെ സപ്പോർട്ട് കേട്ട് ഒളിവിലിരിക്കുന്ന രാഹുലേട്ടായി ഇതും കൂടെ എങ്ങനെ സഹിക്കും? കെ സുധാകരൻ ഇങ്ങനെ ഓരോ കാലത്ത് ഓരോന്നോരോന്ന് മാറി പറയുകയാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ KPC പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റിയെന്ന്. വായിക്ക് തോന്നിയത് കോതക്ക് പാട്ട് എന്ന് പറയുന്ന ഉണ്ണിത്താനോട് ആ മറുപടിക്കൊന്നും ഞാൻ നിൽക്കുന്നില്ല. മനസ്സിലായില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഇതുപോലൊരു ഫ്രോഡ് വേറെ ഇല്ല. അവൻ ചെയ്തത് തെറ്റ് എന്ന് തുറന്നു പറയാണ് സുഹൃത്തുക്കളെ സുധാകരൻ സാർ. വഴിമാറ് നിലപാട് സംഘത്തിന് പോകണം. വഴിമാറ് എന്നെ വിട്, വണ്ടിക്ക് പോകണം, വണ്ടി വരുന്നു. എന്തായാലും ഈ കുരുക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് അത്ര പെട്ടെന്ന് അഴിച്ചെടുക്കാൻ പറ്റുന്നത് തോന്നണില്ല. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക, കുഞ്ഞുണ്ടെങ്കിൽ മാത്രമേ വീട്ടിലെ വിവാഹത്തിന് സമ്മതിക്കുള്ളൂ എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുക, പിന്നീട് ഗർഭം ധരിപ്പിക്കുക, അത് കഴിഞ്ഞിട്ട് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുക. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കുരുക്ക് മുറുകല്ലേ ഉള്ളൂ. ഇതിപ്പോ പാർട്ടിയിലെ പലരും തള്ളി പറഞ്ഞ സ്ഥിതിക്ക് ചങ്കായിട്ട് നിന്ന് ആരെങ്കിലും ഒന്ന് വാട്, അല്ലെങ്കിൽ പാരസെറ്റമോളും സിട്രസിനും ഒരു ലോഡ് ചെലവാക്കേണ്ടി വരും. പാർട്ടി അങ്ങനെ ഒരു തീരുമാനം പാർട്ടി ആരോട് ഒളിവിൽ കഴിയാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് ഇനിയിപ്പം വ്യക്തിപരമായ അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് നിയമവഴി എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അത് അവര് ചെയ്തോട്ടെ. എന്നാലും രാഹുലേട്ടാ ഇതെവിടെ പോയി? ലുക്കൌട്ട് നോട്ടീസ് ഒക്കെ നാടുനീളം ഒട്ടിച്ചു വെച്ചിട്ട് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര മണിക്കൂറുകളായി? എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് പിന്നോട്ട് സഞ്ചരിക്കാം. ഒന്ന് ആലോചിച്ചു നോക്കിയേ, നിങ്ങളുടെ MLA, ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു നാടിന്റെ MLA, ഒരു ജനപ്രതിനിധി, അയാളെ കാണാനുണ്ടോ? എവിടെയാണെന്ന് പറയണ്ടേ? ഒളിച്ചു കളിക്കുകയാണ്. കാലത്തിന് മുന്നേ സഞ്ചരിച്ച വാക്കുകൾ. എന്തായാലും രാഹുലേട്ടായി പല രൂപത്തിലും പല ഭാവത്തിലും ഇതെല്ലാം കാണുന്നും കേൾക്കുന്നുമുണ്ടാവാം. മകനെ മടങ്ങി വരൂ. ബലാത്സംഗമടക്കം 7-8 കുറ്റങ്ങളും അതിനനുസരിച്ച് ജീവപര്യന്തം വരെ തടവും ലഭിക്കാവുന്ന വകുപ്പുകളും ചേർത്ത് കേരള പോലീസ് അങ്ങേ കാത്തിരിക്കാണ്. വേമ്പായോ കെയറിങ് വേണ്ടേ?
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.